ക്രൂരതയുടെ ചുരുളഴിയുന്നു. കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അറസ്റ്റിലായ മാതാവിന്റെ മൊഴി. കൊലപാതകത്തിൽ യുവതിയുടെ ആൺസുഹൃത്തിന് നേരിട്ട് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെൺകുട്ടി പീഡന പരാതി എഴുതി നൽകാത്തതിനാൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുമില്ല. ചികിത്സയിൽ കഴിയുന്ന യുവതിയിൽ നിന്നും മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തും. പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ യുവതി പോലീസിനോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പ്രസവശേഷം കുഞ്ഞു കരയാതിരിക്കാൻ വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അമ്മ വാതിലിൽ മുട്ടിയതോടെ ഭയന്ന യുവതി കുഞ്ഞിനെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്കെറിഞ്ഞു. കൊലപാതകത്തിൽ യുവതിയുടെ ആൺസുഹൃത്തിന് നേരിട്ട് പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തൃശൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് ഇന്നലെ രാത്രി ചോദ്യം ചെയ്തു. പരസ്പര സമ്മതത്തോടെയാണ് ഇയാൾ യുവതിയുമായി ബന്ധം പുലർത്തിയതെന്നും ഗർഭിണിയാണെന്നറിഞ്ഞതോടെ പിന്മാറിയെന്നുമാണ് സൂചന. ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഗർഭം അലസിപ്പിക്കാനും ആത്മഹത്യ ചെയ്യാനും യുവതി നേരത്തെ ശ്രമിച്ചെന്നും സൂചനയുണ്ട്. യുവതി അതിജീവിതയാണെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും യുവാവിനെതിരെ പരാതി ലഭിക്കാത്തതിനാൽ കേസെടുത്തിട്ടില്ല. ചികിത്സയിൽ തുടരുന്ന യുവതിയെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിമാൻഡ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത ശേഷം വനിതാ ജയിലിലേക്ക് മാറ്റും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. യുവതിക്കെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തും. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. യുവതിയെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. അപ്പോൾ അതാണ് ആ വാർത്തയുടെ അപ്ഡേറ്റ്. എന്ന് പറഞ്ഞാൽ ഈ യുവതി അതിജീവിത എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പോലും പീഡന പരാതി നൽകാൻ യുവതി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഈ പ്രധാന സുഹൃത്തിനെതിരെ കേസെടുക്കൽ പോലെയുള്ള നിയമ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുമില്ല. അതിൽ കുറച്ചധികം ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. അന്വേഷണ വഴിയിൽ അത് പുറത്തു വരട്ടെ. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു, പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. പക്ഷേ അത്ര നല്ല ദിവസമാണോ വരും ദിവസങ്ങളെന്ന് അറിയില്ല. വരുമോ ലോഡ് ഷെഡിങ്? സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡ് ഭേദിച്ചു. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. മേഖലാടിസ്ഥാനത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുതന്നെയാണ് KCB. 2 ദിവസത്തെ ഉപയോഗം വിലയിരുത്തിയ ശേഷം സർക്കാരിന് വീണ്ടും ശുപാർശ നൽകാനാണ് തീരുമാനം. അതേസമയം പ്രാദേശിക നിയന്ത്രണം ഗുണം ചെയ്തുവെന്ന് വൈദ്യമന്ത്രി K. കൃഷ്ണൻകുട്ടി അവകാശപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തത് രാത്രി 10 മണി മുതൽ 2 മണി വരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ്. അതേപോലെ ഇപ്പോൾ AC വയ്ക്കുന്നു. AC വയ്ക്കുമ്പോൾ 22-ലോ 23-ലോ വയ്ക്കുന്നതിന് പകരം 26-ലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും. അപ്പോൾ സ്വയം ഒരു നിയന്ത്രണം വരുത്തിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ചുരുക്കത്തിൽ. 1000 മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണല്ലോ. 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ. അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീക്ക് അവറിലൊക്കെ നമ്മൾ 8 രൂപ തൊട്ട് 20 രൂപ വരെയാണ് മേടിക്കുന്നത്. നമ്മളെന്താ തയ്യാറിച്ച് നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല. അപ്പം മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ്. മെയ് മാസത്തിലും വൈദ്യുതി സർചാർജ് തുടരാനുള്ള തീരുമാനം ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി. യൂണിറ്റിന് 19 പൈസയാണ് ഈടാക്കുക. AV ജയശങ്കർ ആ വാർത്തയോട് ഒരുങ്ങുമ്പോൾ ചെയ്യുന്നു. ജയശങ്കർ, ഇതിപ്പോൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ വൈദ്യുതി ഉപഭോഗം എന്നൊക്കെ പറയുന്നത് അതിനകത്ത് KCBക്കും പരിമിതികളുണ്ട്. അത് പ്രാദേശിക ലോഡ് ഷെഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ പോലും. അപ്പോൾ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി നിർത്താനുള്ള സർക്കാർ ശ്രമം എത്രത്തോളം വരും ദിവസങ്ങളിൽ വിജയിക്കും എന്നാണ് കരുതേണ്ടത്? അതായത് ആഷ്മി, KCB നിലവിലെ തീരുമാനമനുസരിച്ച് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണമെന്നാണ് KCBയുടെ വിലയിരുത്തൽ. കാരണം അത്രമാത്രം വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇത് റെക്കോർഡാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 20% വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റെല്ലാ വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം വേണമെന്ന നിലപാടിലാണ് KCB. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് എടുത്തിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാദേശികമായി വൈദ്യുതി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് KCB കടന്നത്. ഇതൊരു പരിധിവരെ ഫലം കണ്ടിട്ടുമുണ്ട്. ചിലയിടങ്ങളിൽ വൈദ്യുതിയുടെ തോത് കുറയ്ക്കാനും
മറ്റും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായി പ്രായോഗികമല്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനനുസരിച്ചുള്ള വൈദ്യുതി ഉപയോഗമല്ല സംസ്ഥാനത്ത് നടക്കുന്നത്. വലിയ തോതിൽ ഉപയോഗം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കണമെന്ന ശുപാർശ 2 ദിവസത്തിന് ശേഷം കാര്യങ്ങൾ പരിശോധിച്ച് വീണ്ടും നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് KCB നിലവിലെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഇരട്ടടി ആയിക്കൊണ്ട് 19 പൈസയുടെ സബ്ചാർജ് തുടരാനുള്ള ഒരു തീരുമാനവും KCB എടുത്തിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് അമിതമായി വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ബോർഡിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് തുടരാൻ തീരുമാനിച്ചത്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയാണ് വൈദ്യുതി ഉപയോഗവും. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു ഇരട്ടടിയാകും. എന്തായാലും KCB തലത്തിൽ, ബോർഡ് തലത്തിൽ ഈ ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. പക്ഷേ സർക്കാർ ഇത്തരം ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കണ്ട എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ വൈദ്യുതി ഉപയോഗം അവലോകനം ചെയ്ത വൈദ്യുതി ഉപയോഗം ഇനിയും ഉയരുകയാണെങ്കിൽ സംസ്ഥാനം ലോഡ് ഷെഡിങ്ങിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആശ്മി, വി ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സമാനതകളില്ലാത്ത വലിയ വൈദ്യുതി ഉപഭോഗം വരുമ്പോൾ KCBയും അക്കാര്യത്തിൽ പൂർണ്ണമായി പഴിക്കാവതല്ല. അപ്പോൾ എന്താണ് പരിഹാരമെന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഒരു കാര്യം വരെ നേരിയ സന്തോഷ വാർത്ത വരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു എന്നുള്ളതാണ്. പാലക്കാടൊക്കെയുള്ള ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ കൊടും ചൂടിന് എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത, ഒരു രക്ഷയില്ലാത്ത കൊടുംചൂടിന് നേരിയ ശമനം ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളതാണ് നല്ല കാര്യം. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് KCB ഓഫീസ് ആക്രമിച്ചുവെന്ന് പരാതി. കോഴിക്കോട് പന്തീരാങ്കാവിലാണ് സംഭവം. KCB ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. രാത്രി വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് പന്തീരങ്കാവ് KCB സെക്ഷൻ ഓഫീസിൽ ഒരു സംഘം അക്രമം നടത്തിയെന്നാണ് പരാതി. വ്യാഴാഴ്ച രാത്രി 12:30ഓടെയാണ് സംഭവം. ഓവർലോഡിനെ തുടർന്ന് ഡ്രിപ്പായതോടെ 4 തവണ കറന്റ് പോയതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിന്റെ ബോർഡ് തകർന്നിട്ടുണ്ട്. ഓഫീസ് കെട്ടിടത്തിന് നേരെ കല്ലെറിയുകയും അസഭ്യം പറയുകയും ചെയ്തു. ശബ്ദം കേട്ട് ഷട്ടർ ഇട്ടതിനാൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വിനീതിന്റെ നേതൃത്വത്തിൽ പരാതി നൽകി. ബോർഡ് നേരെ കല്ലെറിയും, അതുപോലെ തന്നെ സൈഡിലുള്ള ബോർഡ് വലിച്ചു കീറുകയും ചെയ്തു. എന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഈ ശബ്ദം കേട്ട് ഓവർസിയർ മുകളിലത്തെ ഗ്രില്ല് അടച്ചുകൊണ്ടാണ് നമുക്ക് അകത്തേക്ക് കയറി. ആളിന് ഒറ്റൊരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് വേറെ ഇതൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തെ അസഹ്യം പറയും, നമ്മുടെ ഗ്രില്ല് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫീൽഡ് സ്റ്റാഫുകൾ അവരുടെ വർക്കിലായിരുന്നു. ഈ പറയുന്ന കണക്ക് ഫീഡർ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ സെക്ഷൻ ഫീസ് പോയ വർക്കുകളുണ്ടായിരുന്നു. ഒരു ലൈൻമാനും ഒരു കോൺട്രാക്ട് സ്റ്റാഫുമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പറയുന്ന സബ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. 11 kV ഓപ്പറേറ്റ് ചെയ്യാനുള്ള സബ് എഞ്ചിനീയറും ഫീൽഡിലുണ്ടായിരുന്നു. പന്തീരങ്കാവ് പോലീസ് എത്തി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. സമീപത്തെ കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 കോഴിക്കോട്. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ചൂട് കുറയുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടായി ലഘൂകരിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്നു. പ്രതീഷ്, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിലെ ഉള്ള അതിഭീകരമായ മാരകമായ ചൂടിന് നേരിയ താഴേക്കുള്ള ട്രെൻഡ് തുടങ്ങി എന്ന് പ്രതീക്ഷിക്കാനായോ? അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ഹാഷ്മി. സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൊടും ചൂടിന് നേരിയ കുറവ് വന്നു എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിരുന്നു ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിരുന്നത്. ഈ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാകാനുള്ള ഒരു സാധ്യത. 39 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. നേരത്തെ 40-ന് മുകളിലായിരുന്നു പാലക്കാട് ജില്ലയിൽ താപനില ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പാലക്കാട്, കോഴിക്കോട് ജില്ലയിൽ ഒരു ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും താപനില വരും ദിവസങ്ങളിൽ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ കൊടും ചൂടിലേക്ക് സംസ്ഥാനം പോകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മെയ് 8 കൂടി തന്നെ വേനൽമഴ സംസ്ഥാനത്ത് സജീവമാകും. ഈ മാസം പകുതിയോടുകൂടി തന്നെ വേനൽമഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. സമുദ്ര ഗവേഷണ വകുപ്പാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ റെഡ് അലർട്ടും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും പ്രത്യേക ജാഗ്രത കേരള തീരത്ത് വേണമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും സമുദ്ര ഗവേഷണ വകുപ്പും നൽകുന്നത്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരമേഖലയിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. ഹാഷ്മി.
SMG പ്രതീക്ഷയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഭീകരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വലിയ ചൂടിന് നേരിയ ശമനം അങ്ങനെ പ്രതീക്ഷിക്കാറായോ എന്നറിയില്ല. എന്തായാലും നല്ല കാര്യം, അത്രയും നല്ല കാര്യം. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്ന നടി റോഷ്നി ആൻ റോയു പരാതി ഉന്നയിച്ച KSRTC ബസ് ഓടിച്ചിരുന്നത് LH യദു തന്നെ എന്ന് സ്ഥിരീകരണം. മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്ന് സമാനാനുഭവം ഉണ്ടായെന്ന് റോഷ്ന വെളിപ്പെടുത്തിയത്. സംഭവ ദിവസത്തെ KSRTC ഷെഡ്യൂൾ വിവരങ്ങൾ 24-ന് കിട്ടി. ആരോപണം പക്ഷേ യദു നിഷേധിക്കുകയാണ്. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും. റോഷ്നി എന്ന് പറയുന്ന വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടെ. നിങ്ങളൊരു പെണ്ണാണ്, ഞാൻ ഒരു ആണായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ? ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും ബസ് തടഞ്ഞെന്ന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് ഹർജി നൽകിയത്. ഷഫീദ് റാവത്തൂർ മുമ്പ് ചെയ്തു. ഷഫീദ്, ആ ഹർജി എപ്പോഴാണ് പരിഗണിക്കുക? എന്തായാലും നമ്മൾ നാട്ടുഭാഷയിൽ ഒരു നടക്കി തീരില്ല എന്ന് പറയുന്നത് പോലെ അതിന് കോടതി നടപടി വ്യവഹാരം എന്ന വഴിയിൽ നീങ്ങാൻ പോകുന്നു. അതിനിടയിൽ റോഷ്നി പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് ഓടിച്ച വണ്ടി യദു തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഷെഡ്യൂൾ ബുക്കിലെ വിവരങ്ങളും. ഷഫീദ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ഷെഡ്യൂൾ, ഈ ഡിപ്പോ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിന് പിന്നാലെയാണ് സിനിമാ താരം റോഷ്ന ഇതുമായി ബന്ധപ്പെട്ട ഈ ഡ്രൈവർ LH യദുവിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആക്ഷേപവുമായി രംഗത്തെത്തി. ആക്ഷേപം ഇങ്ങനെയായിരുന്നു: ജൂൺ 19-ാം തീയതി വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ കുന്നംകുളത്തിനടുത്ത് വെച്ച ഈ യദു ഓടിച്ചിരുന്ന KSRTC ബസ് അമിത വേഗതയിൽ തന്നെ പിന്തുടർന്നു. മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പണി നടക്കുന്ന ബൈപ്പാസിൽ, നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ബൈപ്പാസിൽ വെച്ച് ബസ് നിന്നപ്പോൾ, അല്ലെങ്കിൽ വാഹനം നിർത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യദുവിന്റെ ഭാഗത്ത് നിന്ന് അസഭ്യവർഷവും അശ്ലീല ചുവയുള്ള സംസാരവും ഉണ്ടായി എന്നുള്ളതായിരുന്നു സിനിമാ താരം റോഷ്നയുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ KSRTCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ 24-ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ രേഖയിൽ വ്യക്തമാക്കുന്നത് ജൂൺ 18-ാം തീയതി വഴിക്കടവിലേക്കുള്ള സർവീസ്, ആ ബസിന്റെ നമ്പർ എന്ന് പറയുന്നത് RPE 492 ആണ്. RPE 492 തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഡ്രൈവറായി യാത്ര തിരിച്ചത് LH യദു തന്നെയാണ്. മാത്രമല്ല, ജൂൺ 19-ാം തീയതി വഴിക്കടവിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള സർവീസിലും വാഹനം ഓടിച്ചത് യദു തന്നെയാണ് എന്ന KSRTCയുടെ രേഖയിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനം അന്നൊരു സർവീസ് യദു നടത്തി, അതിനുശേഷം ഈ വാഹനം ഓടിച്ചത് യദു തന്നെയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇനി റോഷ്ന പറയുന്ന മറ്റു കാര്യങ്ങളിലെ സത്യങ്ങൾ, അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ആ ബസ് 18, 19 തീയതികളിൽ റോഷ്ന ആരോപിക്കുന്ന അതേ ദിവസങ്ങളിൽ യദു ഓടിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമുള്ള കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ്. മറ്റ് കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കട്ടെ. അതേസമയം ഇന്ന് യദു മേയറുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം JFMC ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമീപിച്ചത്. അതിൽ പറയുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം, മാത്രമല്ല ഒന്നുകിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹർജി 8-ാം തീയതി പരിഗണിക്കുമെന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഹാഷ്മി, ഷഫീദ് റാവത്തറാണ് ആ പരാതി 8-ാം തീയതി പരിഗണിക്കാൻ പോകുന്നു. അപ്പോൾ അത് തുടരുകയാണ്, അതിന്റെ ചർച്ചകൾ അങ്ങനെ തുടരുകയാണ്. ഷാന് പറയുകയാണ്, ആഷ്മി, നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഈ ചൂടിന് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം കുളിക്കുകയും കുടിക്കുകയൊക്കെ വേണം എന്ന് പറയുകയാണ്. അത് സഹജീവി സ്നേഹം, കരുതലാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ല. വീടിൻ്റെ പുറത്ത് ഒരു പാത്രത്തിൽ, ഒരു പഴയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് എന്നുകൂടി ഷാന് പറയുകയാണ് കേട്ടോ. താനൂർ താമൂർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത്. 24 ഇമ്പാക്ട്. മലപ്പുറം താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമൂർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് CBI നടപടി. 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായിരുന്നു. അതീവ രഹസ്യമായാണ് CBI പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലും CBI നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താമൂർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24-നോട് സംശയിച്ചിരുന്നത് എന്തുകൊണ്ട് ലേറ്റ് ആവുന്നതാണ്. പക്ഷേ എന്തായാലും അവർ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവരിൽ വിശ്വസിക്കുക എന്നല്ലാതെ അവരുടെ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
കഴിഞ്ഞ ഓഗസ്റ്റ് 1 താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി കുഴഞ്ഞു വീണു മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമിർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP-ക്ക് കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് FIR-ൽ പറഞ്ഞിരുന്നത്. മർദ്ദനത്തെ തുടർന്നാണ് താമിർ ജിഫ്രി മരിച്ചതെന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. 24 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്. പിന്നാലെ പ്രതിഷേധമുയർന്നു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെയാണ് കേസ് CBIക്ക് കൈമാറിയത്. സമീർ ബിൻ കരീം, 24, തിരൂർ. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ദല്ലാൾ TG നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഈ മാസം 9 ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുന്നപ്ര പോലീസ് നോട്ടീസ് നൽകി. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവ ആരോപിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയത്. തെളിവുകൾ സഹിതം സംസ്ഥാന പോലീസ് മേധാവിക്ക് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയെ തുടർന്നാണ് പുന്നപ്ര പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. പരാതിയിൽ കേസെടുത്ത പോലീസ് ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ശോഭ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ദിവസവും ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. തെളിവുകൾ സഹിതമായിരുന്നു നന്ദകുമാറിന്റെ ആരോപണങ്ങളെ ശോഭാ സുരേന്ദ്രൻ നേരിട്ടത്. എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും TG നന്ദകുമാറിന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും. 24 ആലപ്പുഴ. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ ഇറാൻ സ്വതന്ത്രരാക്കിയിട്ടും വിട്ടയക്കാൻ കപ്പൽ കമ്പനി തയ്യാറാകുന്നില്ലെന്ന ആരോപണം. MSC ഏരീസ് കമ്പനിക്കെതിരെ മലയാളി ജീവനക്കാരുടെ കുടുംബം രംഗത്തെത്തി. ക്രൂ ചേഞ്ചിങ് നടത്താതെ പോകരുത് എന്നാണ് ജീവനക്കാർക്ക് കമ്പനി നൽകിയ നിർദ്ദേശമെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. ഏപ്രിൽ 13 MSC ഏരിയൽ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 24 ജീവനക്കാരെയും സ്വതന്ത്രരാക്കി. കപ്പൽ വിട്ടു നൽകില്ലെന്നും ജീവനക്കാർക്ക് വേണമെങ്കിൽ മടങ്ങാമെന്നും ഇറാൻ കമ്പനി അധികൃതരെ അറിയിച്ചു. മലയാളിയായ ആൻടെസ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ബാക്കിയുള്ള 23 തൊഴിലാളികളെ നാട്ടിലേക്ക് മടങ്ങാൻ MSC കമ്പനി അനുവദിക്കുന്നില്ലെന്നാണ് ആരോപണം. ക്രൂ ചേഞ്ചിങ് നടത്താതെ കപ്പലിൽ നിന്നും പോകരുതെന്ന നിർദ്ദേശമാണ് ജീവനക്കാർക്കുള്ളതെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് 24നോട് പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ന്യൂസാണ്. എങ്ങനെ അവർക്ക് ഇത് കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അത് പഴയ ന്യൂസാണ്. ഇറാൻ ഗവൺമെന്റും എംബസിയും മറ്റേ ഇസ്രായേൽ എംബസിയും എസ്റ്റോണിയ എംബസിയും ഇതെല്ലാം വിട്ടു കഴിഞ്ഞു. ജീവനക്കാരെ വിട്ടയച്ചതായുള്ള പത്രവാർത്തകളും നിഷേധിക്കുകയാണ് കുടുംബം. കമ്പനിയുടെ അടുത്താണ് അതിന്റെ വലിയതായിട്ടുള്ള പ്രശ്നം. അപ്പൊ കമ്പനി അതിന് വേണ്ടതായിട്ടുള്ള നടപടി എടുക്കുക. ഭക്ഷണവും ജോലിയും യഥാസമയം നടക്കുന്നുണ്ടെന്നാണ് മലയാളികൾ കുടുംബങ്ങളെ അറിയിക്കുന്നത്. പക്ഷേ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നില്ല. പണത്തേക്കാൾ വലുതല്ല 23 ജീവനുകൾ. നഷ്ടം സഹിച്ചും ജീവനക്കാരെ നാട്ടിൽ തിരികെ എത്തിക്കണമെന്നാണ് MSC കമ്പനിയോട് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. KPC ജില്ലാ മണ്ഡല പുനഃസംഘടന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന പരാതിയുമായി സ്ഥാനാർത്ഥികൾ. പലയിടത്തുമുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിന് സമയം നഷ്ടമായെന്നാണ് വിമർശനം. സലിം മാലിക് വിവരങ്ങൾ വെച്ചിരുന്നു. സലിം, അതിന് മുമ്പ് തന്നെ ഏകദേശം പരിഹരിക്കപ്പെട്ടു എന്നൊരു ധാരണ ഉണ്ടായതാണ്. അങ്ങനെ പരിഹരിക്കപ്പെട്ടില്ല, ആ പ്രശ്നങ്ങൾ തുടർന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നൊരു വിലയിരുത്തലുണ്ടോ KPCCക്ക്? ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട KPCCയുടെ നേതൃയോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിമർശനം ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനകൾ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഈ ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനകൾ. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമീപ കാലയളവിലായിരുന്നു ഈ നിലവിലുള്ള KPCC സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും അതേപോലെ തന്നെ പുനർനിയമിച്ചതായ ഒരു ഉത്തരവും വന്നത്. അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ നടന്ന പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ വല്ലാതെ ബാധിച്ചു എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ പരാതി. അത് K മുരളീധരനും MK രാഘവനും ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി തന്നെ അത്തരത്തിലുള്ള പരാതി ഈ നേതൃയോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികൾ നേരിട്ട പ്രധാന പ്രശ്നം ഈ പ്രാദേശിക തലത്തിലെയും ബ്ലോക്ക് തലത്തിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അവരെ അനുനയിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ആദ്യത്തെ കുറേ ദിവസങ്ങൾ, പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങൾ പോയി. പക്ഷേ പിന്നീട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ വിലയിരുത്തൽ. ഈ
ഇന്ന് 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 16 പേർ മത്സരിച്ചതിൽ 13 സ്ഥാനാർത്ഥികളും ഇന്ന് ഈ നേതൃയോഗത്തിലെത്തി. ശശി തരൂർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ എന്നിവരൊഴികെ മുഴുവൻ സ്ഥാനാർത്ഥികളും നേതൃയോഗത്തിൽ ഇപ്പോഴും പങ്കെടുക്കുകയാണ്. അതിൽ അവർ പങ്കുവയ്ക്കുന്ന ഒരു വിജയപ്രതീക്ഷ, ഈ 13 പേരും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ മത്സരത്തിനിടയിലും ചിലയിടങ്ങളിൽ വലിയ മത്സരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ പ്രാദേശിക തലത്തിലും കാലുവാരലും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും ഈ നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കടുത്ത മത്സരം ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും അവസാന ഘട്ടത്തിൽ വിജയിച്ചു കയറുമെന്ന് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും വ്യക്തിപരമായി ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ്. അവിടെ തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കുകയാണ്. CPM-ന്റെയും CPI-യുടെ ഒക്കെ ഏതാണ്ട് പൂർത്തിയായി. ഇപ്പോൾ KPCC-യുടെ അവലോകനം. അപ്പോൾ എത്ര സീറ്റുകൾ എന്നതിലേക്ക് അവരുടെ ഒരു സ്വയം വിമർശനം, ആലോചന ഒക്കെ നടക്കുന്ന യോഗമാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്ത് അടുത്ത മാസം 3-ന് സ്കൂളുകൾ തുറക്കും. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. AV ജയശങ്കർ ഒരുങ്ങുന്നു. ജയശങ്കർ, സ്കൂൾ തുറക്കത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതായത് ആശ്മി, സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു അവലോകന യോഗം ചേർന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗമാണ് നിലവിൽ സമയബന്ധിതമായി സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയത്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണം, അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണം, എല്ലാ സ്കൂളുകളുടെ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം, ഉപയോഗശൂന്യമായ വാഹനങ്ങൾ മാറ്റണം, അത്തരത്തിൽ സ്കൂളും പരിസരവും അപകടരഹിതമായി രീതിയിൽ ക്രമീകരിക്കണം ഉൾപ്പെടെയുള്ള വിപുലമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ഇവയെല്ലാം പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. എന്തായാലും 3-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടിയായിരിക്കും സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുക. ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികളായിരിക്കും ഉണ്ടാവുക. സംസ്ഥാന തലത്തിൽ എവിടെയായിരിക്കും പ്രവേശനോത്സവം നടക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കും. എന്തായാലും സംസ്ഥാനത്ത് കടുത്ത ചൂടാണ്. ഈ മാസം അവസാനത്തോടുകൂടി മഴ എത്തുമെന്നൊരു പ്രതീക്ഷയാണ്. ജൂൺ ആദ്യവും ഈ ചൂട് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സമാനമായ നിയന്ത്രണം ഉണ്ടാകും. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കാനാണ് തീരുമാനം. ആശ്മി. ഓക്കെ, ജയശങ്കറാണ്. ജൂൺ 3-നാണ് സ്കൂളുകൾ തുറക്കുക. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. അതിൻ്റെ അവലോകന യോഗത്തിനെ കുറിച്ചുള്ള വിവരമാണ് ജയശങ്കർ നൽകിയത്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളുമായി KPCC യോഗം. മറ്റു തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. പാകിസ്ഥാനോട് കോൺഗ്രസിന് മൃദു സമീപനമെന്ന് ആക്ഷേപിച്ച് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ഭരണകാലത്ത് പാകിസ്ഥാൻ പ്രേമലേഖനങ്ങൾ അയച്ചിരുന്നെന്നാണ് പരിഹാസം. അതിനിടെ പണമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി പുരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരരംഗത്ത് നിന്ന് പിന്മാറി. മാറ്റം വരുത്തിയതോടെ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ ഗാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകുന്നതാണ് പുരിയിലെ സ്ഥാനാർത്ഥി സുചാരിത മൊഹന്തിയുടെ പിന്മാറ്റം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും തന്റെ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് സുചാരിത കത്തയച്ചത്. സ്ഥാനാർത്ഥി പിന്മാറ്റം തടയാൻ ദേശീയ നേതൃത്വം ഇടപെടൽ ആരംഭിച്ചതായാണ് വിവരം. ജാർഖണ്ഡിലെ പലാമുവിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. ഭീകരവാദം തടയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാക്കൾ അവർക്ക് വേണ്ടി മാത്രമാണ് സമ്പാദിക്കുന്നതെന്നും നരേന്ദ്രമോദി. യാദ് കരിയേ कांग्रेस के समय क्या हाल था। यहां बम फूटते थे, आतंकवादी गोलियां चलाते थे, निर्दोषों को मौत के घाट उतारते थे और दिल्ली की सरकार पाकिस्तान को लव लेटर भेजती थी, लव लेटर. മാറ്റങ്ങൾ വരുത്തിയ ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകി. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്കെതിരെ പുത്തൻ പ്രചാരണ പദ്ധതികൾ തയ്യാറാക്കാനാണ് കോൺഗ്രസ് നീക്കം. 24 ഡൽഹി.
എന്താണ് ജയിലിൽ ആം ആദ്മി പാർട്ടി അവരുടെ അരവിന്ദ് കെജ്രിവാൾ അവരുടെ നേതാവ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ജയിലിലുള്ള മറുപടി വോട്ടിലൂടെ ജനം നൽകുമെന്ന തരത്തിലാണ് എന്നർത്ഥം വരുന്നതാണ് അവരുടെ പ്രചരണ ഗാനം. അതിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ്. അതിലെന്ത് മാറ്റം ആണെന്നറിയില്ല. എന്തായാലും മാറ്റം വരുത്തിയ ആം ആദ്മി പാർട്ടി അതിന് അംഗീകാരം നൽകുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. രാജ്യത്ത് ഉള്ളിക്കയറ്റുമതി നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. കയറ്റുമതി വില ടണ്ണിന് $550 നിശ്ചയിച്ചു. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, എന്തുകൊണ്ടാണ് ആ നടപടി? ഹാഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷകർ ഈ കാര്യത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. കാരണം ഈ ഉള്ളിയുടെ കയറ്റുമതി അതിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഇതിനു മുൻപ് ഭാഗികമായി ഈ കയറ്റുമതിയിൽ നിരോധനത്തിൽ ചില ഇളവുകൾ കേന്ദ്രം വരുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ആ നിരോധനം പിൻവലിച്ചിരിക്കുകയാണ്. ഉള്ളിയുടെ ഏറ്റവും കുറഞ്ഞ കയറ്റുമതി വില ടണ്ണിന് $550 നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2023 ഡിസംബർ 8-നായിരുന്നു ഈ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ കയറ്റുമതി വില ടണ്ണിന് $550 നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. സുപ്രധാന ഒരു നടപടിക്രമമാണ്. കർണാടകയിലെ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമ കേസ്. ഹാസനിലെ JDS പ്രാദേശിക നേതാവായ യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വീട്ടുജോലിക്കാരെ പീഡിപ്പിച്ച കേസിൽ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ലഭിച്ച പുതിയ പരാതിയിൽ പ്രജ്വലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. 3 വർഷക്കാലം നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ള സ്ത്രീകളെ അന്വേഷിച്ച് കണ്ടെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുന്നത്. എന്നാൽ കൂടുതൽ പേരും ഭയം കാരണം പരാതി നൽകാൻ വിസമ്മതിക്കുകയാണ്. പ്രജ്വലിനെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയെങ്കിലും പ്രജ്വൽ എന്ന് തിരികെത്തുമെന്നതിൽ പോലീസിന് വ്യക്തതയില്ല. അതിനിടെ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. ലൈംഗികാതിക്രമ കേസിന് പുറമെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്തതോടെയാണ് മുൻമന്ത്രി HD രേവണ്ണയ്ക്കുമേൽ കുരുക്ക് മുറുകിയത്. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. രേവണ്ണ നാടുവിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 24 ബംഗളൂരു. എന്ന് പറഞ്ഞാൽ 10,200-അധികം സ്ത്രീകൾ, 2,000-3,000-ഓളം അടുത്ത് ഇത്തരം അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ. അപ്പോൾ കൂടുതൽ പരാതികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കർണാടകത്തിൽ മാത്രമല്ല, ദേശീയ വ്യാപകമായി പ്രതിപക്ഷം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുന്നുണ്ട് കേട്ടോ. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. രാജ്ഭവനിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തേക്കും. പരാതിക്കാരിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. CV ആനന്ദബോസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തുകയും ചെയ്തു. സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിര മുഖർജി IPSന്റെ നേതൃത്വത്തിൽ 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 2 തവണ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിക്കാരുടെ ആരോപണം. ഭരണഘടനയുടെ അനുച്ഛേദം 361 പ്രകാരം ഗവർണർക്ക് പരിരക്ഷയുള്ളതിനാൽ തുടർ നടപടികളിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിര മുഖർജി പറഞ്ഞു. CV ആനന്ദബോസിനെതിരായ ലൈംഗികാതിക്രമ പരാതി തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. സ്ത്രീകളുടെ അന്തസ്സിനെക്കുറിച്ച് സംസാരിക്കാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. സന്ദേശ് ഖാലിയിൽ നാടകം കളിച്ചവർ ഗവർണർക്കെതിരായ പരാതിയിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും BJPയെയും പ്രധാനമന്ത്രിയെയും ഉന്നം വെച്ച് മമത ചോദിച്ചു. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിക്കുകയാണ് ഗവർണർ. മുഖ്യമന്ത്രിയല്ല ആരായാലും ശരി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി വിട്ടു പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ. 24 ഡൽഹി. വിഭാഗീയത രൂക്ഷമായ കുട്ടനാട്ടിൽ അടിയന്തര ഏരിയ കമ്മിറ്റി വിളിച്ചു CPIM. LDF ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ CPIM അംഗങ്ങളുടെ പിന്തുണയോടെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് യോഗം. രാമങ്കരിയിലെ CPIM നേതാക്കൾ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷുമായി ഗൂഢാലോചന നടത്തി എന്ന് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ ആരോപിക്കുന്നു. രാമങ്കരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPIM പിന്തുണച്ചത് നേതൃത്വത്തിന്റെ അനുമതിയോടെ അല്ലെന്നാണ് വിശദീകരണം. വിഷയം ചർച്ച ചെയ്യാനാണ് മങ്കൊമ്പ് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിൽ അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. പ്രമേയം പാസ്സാകുന്നതോടെ LDFൽ നിന്ന് പഞ്ചായത്ത് ഭരണം UDFന് ലഭിക്കും. രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനുമെതിരെയാണ് നോട്ടീസ് നൽകിയത്. പ്രമേയം അവതരിപ്പിക്കാൻ 15 ദിവസത്തിനുള്ളിൽ അനുമതി നൽകും. UDFന്റെ 4 മെമ്പർമാർക്കൊപ്പം CPIMന്റെ 3 മെമ്പർമാരുമാണ് അവിശ്വാസത്തിൽ ഒപ്പിട്ടത്. അവിശ്വാസത്തിന് പിന്നിൽ കോൺഗ്രസുമായി CPIM ഉണ്ടാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡീലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ ആരോപിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ
കോൺഗ്രസിനോടൊപ്പം അവിശ്വാസത്തിൽ ഒപ്പിട്ട് CPM കൊടുത്ത ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ CPM കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് അവിശ്വാസം കൊടുത്തു. കുട്ടനാട്ടിലെ കടുത്ത വിഭാഗീയത്തെ തുടർന്ന് CPIM വിട്ട മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ് രാജേന്ദ്രകുമാർ. എന്നാൽ രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകുകയോ പാർട്ടി പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ രാജേന്ദ്രകുമാറിനെ അനുകൂലിക്കുന്ന 200-ലധികം CPIM മെമ്പർമാർ CPIയിൽ ചേർന്നിരുന്നു. ഇതോടെയാണ് കുട്ടനാട്ടിൽ CPIM രാജേന്ദ്രകുമാറുമായി പ്രശ്നത്തിലായത്. 24 ആലപ്പുഴ. കായംകുളത്ത് സാഹസിക കാർ യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ MVD കേസെടുത്തതിന് പിന്നാലെ ഇവർക്കൊപ്പം മറ്റു 2 കാറുകളിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്ത്. കാറിന്റെ ഡോറിൽ നിന്ന് യാത്ര ചെയ്യുന്നതടക്കം മറ്റ് 2 കാറുകളിലെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. സാഹസിക യാത്ര ചോദ്യം ചെയ്ത കുടുംബത്തെ യുവാക്കൾ കൂട്ടമായി ആക്രമിച്ചുവെന്ന പരാതിയും പോലീസിന് കിട്ടി. സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു. മനീഷ് മഹിപാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, അത്യന്തം ഗുരുതരമായ ദൃശ്യങ്ങളാണോ ഉള്ളത്? അതിൽ പോലീസ് നടപടി എങ്ങനെയാണ്? MVD നടപടി എങ്ങനെയാണ്? ഹാഷ്മി, 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഞായറാഴ്ച നടന്ന ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കായംകുളം പുനലൂർ റോഡിലാണ് ഒരു ഇന്നോവയുടെ 4 സൈഡിൽ ഡോറിൻ്റെ ഭാഗത്ത് 4 യുവാക്കൾ അവിടെ ഇറങ്ങി നിന്ന് ഫോണിൽ വിഷ്വൽ അടക്കം സെൽഫി അടക്കം എടുക്കുന്ന അപകടകരമായ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഇതിനെ തുടർന്ന് MVD വാഹനം പിടിച്ചെടുക്കുകയും പോലീസ് കേസെടുക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അന്ന്, അതായത് ഞായറാഴ്ച ദിവസം ഒരു കല്യാണ ഫംഗ്ഷനിലേക്ക് പോകുന്ന അതേ വാഹനത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അന്ന് ഒരു വാഹനം മാത്രമായിരുന്നില്ല, അന്ന് 3 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആ വാഹനത്തിൽ യാത്ര ചെയ്ത 2 വാഹനങ്ങളിൽ യാത്ര ചെയ്ത കൊല്ലം സ്വദേശികളായിട്ടുള്ള 8 പേർക്കെതിരെ പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ വിളിച്ച് നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ നൂറനാട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ കേസെടുത്തിരുന്നത് വാഹനം ഓടിച്ചത് പാലമേൽ സ്വദേശി ആഷിഖ് ഷെഫീഖാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ ആഷിഖിൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. അന്ന് യാത്ര നടത്തിയത് അഷ്കർ, മുഹമ്മദ് നജാദ്, അത്തു സജാദ് എന്നിവരാണെന്ന് കണ്ടെത്തിയിരുന്നു. വാഹനം പിടിച്ചെടുത്ത മോട്ടോർ വാഹന വകുപ്പ് നൂറനാട് പോലീസിന് കൈമാറുകയും ചെയ്തു. പിന്നാലെയാണ് മറ്റ് 2 വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നത്. ഇനി മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിന്മേൽ നടപടിയെടുക്കും. ഒപ്പം തന്നെ ഈ 2 വാഹനങ്ങൾ സാഹസിക യാത്ര നടത്തിയ സമയത്ത് ആ സമയം സഞ്ചരിച്ച മറ്റൊരു കുടുംബം സഞ്ചരിച്ച കാർ, ഈ കാറിലുണ്ടായിരുന്ന കുടുംബം ഇത് ചോദ്യം ചെയ്തു. ഇവരെ ആക്രമിച്ചു എന്ന പരാതിയും നൂറനാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനും കേസെടുക്കുമെന്ന് കൂടി നൂറനാട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് 3 വാഹനങ്ങൾ ആലപ്പുഴ കായംകുളം പുനലൂർ റോഡിൽ KP റോഡിൽ അതിസാഹസികമായ യാത്ര നടത്തിയത്. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപാലാണ്. അത്യന്തം അപകടകരമായ രീതിയിലൊക്കെ വണ്ടി ഓടിക്കുക, അവരത് കാണിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ലൈസൻസ് ഉണ്ടോ അടക്കമുള്ള നിയമ നടപടികൾ നേരിടട്ടെ. വെൽക്കം ബാക്ക്. പെരുമ്പട രക്ഷകർത്താവ് സുരാജ് പറയുകയാണ്, രാത്രി കറണ്ട് കട്ടാക്കല്ലേ, പൈസ തരാം, ഫാനിൽ ഉറങ്ങാൻ പറ്റൂല, കറണ്ട് കട്ടാക്കിയാൽ പായും തലേണ എടുത്ത് ഓഫീസിലൊന്ന് കിടക്കുവേ എന്ന് സുരാജ് പറയുകയാണ്. കുറ്റം പറയാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്, രാത്രിയും പകലൊന്നും വേണ്ട. അപ്പോൾ അതേസമയം തന്നെ അങ്ങനെ വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടുമ്പോൾ KSBക്ക് ഉണ്ടാകുന്ന പരിമിതികൾ കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നതും പ്രധാനമാണ്. സർക്കുലറിൽ സമവായത്തിലേക്ക് എത്തുമോ? ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ അനുവദിച്ച് ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലർ. പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തി. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസത്തെ സാവകാശം അനുവദിക്കും. കാറുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് 3 മാസം സമയം നൽകി. അതേസമയം പുതിയ പരിഷ്കരണം പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പുതുക്കിയിറക്കിയത്. സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഗതാഗത വകുപ്പ് അംഗീകരിച്ചില്ല. പകരം വിവിധ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ല എന്ന സർക്കുലറിൽ ആവർത്തിച്ചു. എന്നാൽ വാഹനങ്ങൾ മാറ്റാൻ 6 മാസം സമയം നൽകും. കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന ഇരുചക്ര വാഹനങ്ങളിലേക്ക് മാറാൻ 3 മാസം സമയം അനുവദിച്ചു. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ സജ്ജമാക്കുന്നതിന് 3 മാസം സാവകാശം നൽകും. മുൻ സർക്കുലർ പ്രകാരമുള്ള ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാത്തതിനാൽ പഴയ രീതിയിലെടുക്കാം. ഗ്രൗണ്ടുകൾ എത്രയും വേഗം സജ്ജമാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. അതേസമയം സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം. സമരം തുടരുന്നതിൽ തീരുമാനമെടുക്കാൻ CITU വൈകിട്ട് 3 മണിക്ക് യോഗം ചേരും. 24 തിരുവനന്തപുരം. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിർദ്ദേശം കിട്ടിയാൽ തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്.
വിഷയം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂ കഴിച്ച് യുവതി കുഴഞ്ഞു വീണ് മരിച്ച പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് വിഷയം പരിഗണിച്ചത്. ഒരു യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും. ഹരീഷ് വിവരങ്ങൾ ചേർന്നുണ്ട്. ഹരിയും ഈ അരളിപ്പൂ പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ അരളിയില അതിൻ്റെ കറ ഒക്കെ പ്രശ്നക്കാരനാണെന്ന് കേട്ട് ഉണ്ടെങ്കിലും ഇത് ഒരാളുടെ ജീവൻ എടുക്കാനും മാത്രം, അത്ര ക്ഷണത്തിൽ ഒരാളുടെ ജീവൻ എടുക്കാനും മാത്രം അപകടകാരിയാണ് എന്ന കാര്യം പലർക്കും പുതിയ അറിവാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ടോ? അപ്പോൾ ക്ഷേത്രങ്ങളിലെ അരളിപ്പൂ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏതുതരം ആലോചനയാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്? ഹരി. ഹാഷ്മി, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരു പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഈ അരളിപ്പൂ ഈ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും നിവേദ്യത്തിനുമൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നും മറ്റ് ശബരിമല അവലോകന യോഗമൊക്കെ ചേർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഇതൊരു ചർച്ചയായി വന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. അതായത് ഈ അരളിപ്പൂ കഴിച്ച് ഹരിപ്പാട് സ്വദേശിനിയായിട്ടുള്ള യുവതി മരണമടഞ്ഞു. അത് പക്ഷേ അതിനൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷാംശം ഉള്ളിച്ചെന്നാണ് ഈ യുവതി മരിച്ചതെന്നുണ്ട്. പക്ഷേ ഇത് ഈ അരളിപ്പൂവാണോ ഇതിന് കാരണമെന്നതിൽ വ്യക്തതയില്ല. അത് വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ രാസപരിശോധനാ ഫലം പുറത്തു വരണം. 3 ദിവസത്തിന് ശേഷമായിരിക്കും അത് ലഭിക്കുക. അതിനുശേഷം, അതായത് ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുകൂടി ഒരു ആധികാരികമായ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. അത്തരത്തിൽ ഈ അരളിപ്പൂ ഒരു ജീവനെടുക്കുന്നതിന് കാരണമാകുന്നുവെന്ന് ആധികാരികമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ തീർച്ചയായും ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും അതേപോലെ തന്നെ നിവേദ്യത്തിൽ നിന്നുമൊക്കെ ഈ അരളിപ്പൂ ഒഴിവാക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുവരെയും ഇത്തരത്തിൽ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് താന്ത്രികപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. പക്ഷേ തീർച്ചയായും ഇത്തരത്തിലൊരു സയന്റിഫിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ആരോഗ്യവകുപ്പിൻ്റെ കൂടി വിശദീകരണം ചോദിക്കുമെന്നുള്ള കൂടി പറയുന്നുണ്ട്. മാത്രമല്ല ഈ സംഭവം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം അത്യന്തം ഗൗരവകരമായാണ് ദേവസ്വം ബോർഡ് അതിനെ കാണുന്നത്. അത്തരത്തിൽ മാത്രവുമല്ല ഈ ക്ഷേത്രം ജീവനക്കാരും ഈ ഭക്തരും ഒക്കെ തന്നെ ഈ അരളിപ്പൂവും സംബന്ധിച്ച് ഈ പ്രചരണം വന്നതിന് ശേഷം, ഈ മരണത്തിന് ശേഷം ഇത്തരത്തിൽ ഈ ആശങ്ക ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിൽ ഈ അരളിപ്പൂവ് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജയ്ക്കും നിവേദ്യത്തിനും ഒക്കെ ഒഴിവാക്കുന്നതിനുള്ളൊരു സാധ്യത കൂടി ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം അത് ഉപേക്ഷിച്ചു എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡ് പറയുന്നില്ല. പക്ഷേ ആധികാരികമായ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് ഒഴിവാക്കാൻ തന്നെയായിരിക്കും ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. അരളിപ്പൂ ഒരാളുടെ ജീവനെടുക്കാനും മാത്രം വിഷാംശമുള്ളപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷാംശം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് എന്തുതരം വിഷം എന്നുള്ളത് ഈ ആന്തരികാവയവങ്ങളുടെ കെമിക്കൽ ലാബ് പരിശോധനയിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. അത് വ്യക്തമാവട്ടെ. എന്തായാലും അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയും കുറച്ച് വ്യക്തതയും വരാനുണ്ട്. അത് വരട്ടെ. അതിനുവേണ്ടി ഒരു പക്ഷേ ദേവസ്വം ബോർഡ് കാത്തിരിക്കുകയുമാണ്. അതുകൊണ്ടാണ് സയന്റിഫിക് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. മൂവാറ്റുപുഴ നിരപ്പിൽ കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി. സംഭവത്തിൽ ഭർത്താവ് ജോസഫിന് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങളായി കിടപ്പ് രോഗിയായ 85 വയസ്സുകാരി കത്രിക്കുട്ടിയെയാണ് ഭർത്താവ് ജോസഫ് ഇന്നലെ രാത്രി 11:30 കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മൂവാറ്റുപുഴ പോലീസ് ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കിടപ്പ് രോഗിയായ കത്രിക്കുട്ടിയെ പരിചരിച്ചിരുന്നത് ജോസഫ് തന്നെയായിരുന്നു. കത്രിക്കുട്ടിയുടെ ദുരവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് കൊലപാതകം ചെയ്തതെന്ന് ജോസഫ് മൊഴി നൽകിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട കത്രിക്കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിലെ പ്രതിയായ ജോസഫിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. കപ്പലിലെ മലയാളി സുമേഷിന്റെ പിതാവ് ശിവരാമൻ പറയുകയാണ്, ഇറാൻ കപ്പൽ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയിട്ടില്ല. എല്ലാവരെയും മോചിപ്പിച്ചെന്ന വിവരം അറിയുന്നത് വാർത്തകളിലൂടെയാണ്. കമ്പനിയുടെ ഭാഗത്തുനിന്ന് നടപടികൾ കാര്യക്ഷമമല്ല എന്നുകൂടി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കുടുംബങ്ങൾ ഈ ദിവസങ്ങൾ അത്രയും തീരെ നാഥിയിൽ കഴിയുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു മോചനം സാധ്യമാകുമ്പോൾ അതിൻ്റെ സമാധാനം അവർക്ക് നിഷേധിച്ചുകൂടാ. അതിനിപ്പോൾ എന്താ പറയുകയാണ്, ക്യാപ്റ്റനാണ് ജീവനക്കാരെ മോചിപ്പിക്കാൻ ക്യാപ്റ്റൻ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഏത് ക്യാപ്റ്റനാണെങ്കിലും അവർക്ക് ആ സമാധാനം നിഷേധിച്ചുകൂടാ.
നടൻ സൽമാൻ ഖാന്റെ വസതിയിലേക്ക് വെടിവെച്ച കേസിലെ പ്രതിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുകയാണ് കുടുംബം. അതിലാരോപിച്ചാണ് പ്രതിഷേധം. മരണത്തിൽ CBI അന്വേഷണവും കുടുംബം ആവശ്യപ്പെട്ടു. മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് അനൂജ് ഥാപ്പനെ ലോക്കപ്പിനോട് ചേർന്ന ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് പോലീസ് പറയുന്നു. പഞ്ചാബിൽ നിന്നെത്തിയ ബന്ധുക്കൾ പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. കഴുത്തിലെ പാടുകൾ തൂങ്ങിയപ്പോൾ ഉള്ളതല്ലെന്നാണ് വാദം. പോലീസ് മർദ്ദിച്ച് കെട്ടിത്തൂക്കിയെന്ന് കുടുംബം ആരോപിക്കുന്നു. CBI അന്വേഷണത്തിനായി കുടുംബം കോടതിയെയും സമീപിക്കും. ഏപ്രിൽ 14-നാണ് ബാന്ദ്രയിലെ സൽമാൻ ഖാന്റെ വസതിയിലേക്ക് ബൈക്കിലെത്തിയ 2 പേർ വെടിവെച്ചത്. ഇവർക്ക് തോക്ക് എത്തിച്ചു നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മുംബൈ പോലീസ് പഞ്ചാബിൽ പോയി അനൂജിനെയും സുഹൃത്തിനെയും പിടികൂടിയത്. ചോദ്യം ചെയ്ത് വരവെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. പ്രതികൾക്കെതിരെ കടുത്ത വകുപ്പായ മക്കോക്കയും ചുമത്തിയിരുന്നു. 24 മുംബൈ. രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 3 പാർട്ടി അംഗങ്ങളോട് വിശദീകരണം തേടുമെന്ന് CPIM. മറുപടി കിട്ടിയ ശേഷം തുടർ നടപടിയെന്ന് CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി G. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല അവിശ്വാസ പ്രമേയം കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ 3 മെമ്പർമാർ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടല്ല. അത് തെറ്റാണ്. ഇപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് ആ 3 പേർക്കും വിശദീകരണ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കത്ത് തന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. മനീഷ് മഹിബാൽ വിവരങ്ങൾ. മനീഷ്, ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ ഹാഷ്മി, അതായത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടായ സാഹചര്യത്തിലാണ് ഇന്ന് പാർട്ടി CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഈ നടപടിയെടുത്ത്, അതായത് കോൺഗ്രസ് കൊടുത്ത അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട 3 CPIM അംഗങ്ങൾ, അതിൽ 2 പേർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്, ഒരാൾ പാർട്ടി മെമ്പറാണ്. അവർ ഇത് നേതാക്കളോട് ആലോചിക്കാതെയാണ്, ഏരിയ കമ്മിറ്റിയോടോ ജില്ലാ നേതൃത്വത്തോടോ ഒന്നും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് കൊടുത്തൊരു അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടതെന്ന വിശദീകരണമാണ് ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വിശദീകരിക്കുന്നത്. നേരത്തെ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായ കുട്ടനാട്ടിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവിടുത്തെ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ 200-ലധികം CPIM മെമ്പർമാരായിരുന്നു CPIയിലേക്ക് ചേക്കേറിയത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ ഇപ്പോഴും CPMൽ തന്നെ തുടരുകയാണ്. പാർട്ടി മെമ്പർഷിപ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല, വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി CPIMന് അവിടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജേന്ദ്രകുമാർ എന്ന വിമത നേതാവിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഇത് വലിയ വിവാദമായതിനെ തുടർന്നാണ് പാർട്ടി ഈ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇവരോട് വിശദീകരണക്കുറിപ്പ് തേടിയിട്ടുള്ളത്. വിശദീകരണത്തിൽ തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ വലിയ ആരോപണങ്ങൾ രാജേന്ദ്രകുമാർ ഉന്നയിച്ചിരുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട് രാമങ്കരിയിലെ CPI നേതാക്കൾ ചില ധാരണയുണ്ട്. കോൺഗ്രസ് CPM ഡീല് മാവേലിക്കര തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള വലിയ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ മറുപടി നൽകാൻ CPI നേതൃത്വം ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഇനി ഇവരുടെ വിശദീകരണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. ഹാഷ്മി. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ആലപ്പുഴ CPMൽ, പ്രത്യേകിച്ച് കുട്ടനാട് CPMലെ വിഭാഗീയതൊക്കെ കുറേ നാളായി, എന്ന് പറഞ്ഞാൽ കുറേ അധികം നാളുകളായി അത് പരിഹരിക്കാൻ പല വഴികൾ നോക്കിയിട്ട് പരിഹരിക്കാൻ നിൽപ്പാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കൽ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ, കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ വരുന്ന വാർത്ത ബംഗാൾ ഗവർണർക്കെതിരെ കരിങ്കൊടി എന്നുള്ളതാണ്. ആലുവ പാലസിനടുത്ത് വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. ഗവർണറുടെ വാഹന വ്യൂഹം വരുന്നതിനിടയിലായിരുന്നു ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് യൂത്ത് കോൺഗ്രസിൻ്റെ വക കരിങ്കൊടി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല ഇതാണ് ആ ദൃശ്യങ്ങൾ. ഇതാണ് എന്ന് പറഞ്ഞാൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ അവിടെ ലൈംഗിക പീഡന പരാതി ഉയർന്നിരുന്നു ബംഗാളിൽ. അതിനെതിരെ ഇപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയൊക്കെ രൂക്ഷ വിമർശനങ്ങൾ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ ഉന്നയിക്കുകയാണ്. അത്തരം പല പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മമതാ ബാനർജി പറയുകയാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്, അവസാന ചിരി എൻ്റേതായിരിക്കുമെന്നാണ് ഇന്നലെ ആനന്ദബോസിൻ്റെ ആത്മവിശ്വാസമുള്ള മറുപടി. ആനന്ദബോസ് ഇപ്പോൾ കേരളത്തിലാണ്, ബംഗാൾ ഗവർണർ ഇപ്പോൾ കേരളത്തിലാണുള്ളത്. ബംഗാൾ ഗവർണറുടെ വാഹന വ്യൂഹം എത്തിയപ്പോഴത്തേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വക കരിങ്കൊടി പ്രതിഷേധം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ മുഖ്യപ്രതി പിടിയിൽ. വെഞ്ഞാറമൂട് സ്വദേശി മുഹമ്മദ് ഷാൻ ആണ് പിടിയിലായത്. ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ 2-അംഗ സംഘം വീട്ടമ്മയെ മർദ്ദിച്ച ശേഷമാണ് മാല കവർന്നത്. പ്രതി മാല പൊട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നെയ്യാറ്റിൻകര വിരാലി സ്വദേശിയായ ലിജിദാസിന്റെ 6.5 പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചെടുത്തത്. വീട്ടമ്മയെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം റോഡ് വശത്തേക്ക് തള്ളിയിടുകയായിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ മുഖ്യപ്രതി മുഹമ്മദ് ഷാനെ കല്ലറയിൽ നിന്ന് ഷാഡോ പോലീസാണ് പിടികൂടിയത്. മോഷണശേഷം തമിഴ്നാട്ടിലെത്തിയ പ്രതി അവിടെയും നിരവധി മോഷണങ്ങൾ നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്.
ബൈക്ക് ഓടിച്ചിരുന്ന പെരുമാതുറ സ്വദേശി അഭി നേരത്തെ അറസ്റ്റിലായിരുന്നു. പൊഴിയൂർ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 24 തിരുവനന്തപുരം. കൊല്ലത്ത് ചടയമംഗലത്ത് ഹോട്ടലിൽ നിന്ന് അൽഫാം അടക്കം ഭക്ഷണം കഴിച്ചവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആ വാർത്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഗോകുലം ഗോപാലിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ശ്രീനാരായണ ധർമ്മവേദി. ഗോകുലം ഗോപാലിന് രാഷ്ട്രീയമില്ല. ശോഭാ സുരേന്ദ്രന് തെറ്റിദ്ധാരണകളെന്നും ശ്രീനാരായണ ധർമ്മവേദി പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ അവർക്ക് എതിരായിട്ട് നമ്മുടെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത് ഒരിക്കലും ശ്രീനാരായണ സമൂഹത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആരോപണമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗുരുദേവ ഭക്തൻ കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ അവർ. അദ്ദേഹത്തിന് പ്രത്യേക കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഷമ്മി പറയുകയാണ് പാലക്കാട് ചൂടാണ് ഹാഷ്മി എന്ന് പറയുന്നത്. പാലക്കാട് മാത്രമൊന്നും എല്ലായിടത്തും ചൂടാണ്, എവിടെ ചൂടില്ലാത്ത. പക്ഷേ ആ ചൂട് ഒരു നേരിയ കുറവുണ്ടെന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്നുള്ളത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. നിയമമാസം പറയുകയാണ് തെരഞ്ഞെടുപ്പ് അവലോകനം നടന്നു. UDF 20 സീറ്റിലും ജയിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. യോഗത്തിന്റെ വിലയിരുത്തലും അതുതന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വളരെ സജീവമായ അവരുടെ ഇലക്ഷൻ വിലയിരുത്തലൊക്കെ നടക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്തയാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.